ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും കാരുണ്യവും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശ്രവണത്തിനായി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ജോൺ പോൾ മാർപ്പാപ്പ ഇപ്രകാരം നമ്മുടെ അരുളി ചെയ്യുന്നുണ്ട്: സ്വർഗത്തിൽ ശരീരത്തിലും ആത്മാവിലും മഹത്വീകരിക്കപ്പെട്ട മറിയം, യേശുവിൻ്റെ അമ്മയായ മറിയം, വരാനിരിക്കുന്ന ലോകത്തിൽ പരിപൂർണമാക്കപ്പെടുവാനുള്ള സഭയുടെ പ്രതീകവും ആരംഭവുമാണ് പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞു വെക്കുകയാണ്. തുടർന്ന് പറയുന്നു, അതുപോലെ തന്നെ കർത്താവിൻ്റെ ദിനത്തിൽ സഭയ്ക്ക് വേണ്ടി മറിയം ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. വരാൻ പോകുന്ന കർത്താവിൻ്റെ ദിനത്തിൽ ഈ ഭൂമുഖത്ത് തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനത്തിന് മറിയം സുനിശ്ചിതമായ പ്രതീക്ഷയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായി ഭൂമിയിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവജനത്തിന് എന്നും സമാശ്വാസം നൽകുവാനും പ്രതീക്ഷ നൽകുവാനും ഈ ഭൂമിയിൽ മറിയം എന്നും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. പരിശുദ്ധ അമ്മയെ വിട്ട് സഭയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാനും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് പ്രത്യേകമായി നട്ടെല്ല് വേദന അനുഭവിക്കുന്ന ഒരു സഹോദരനെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്ത് അനേകരെ സമാശ്വാസത്തിലേക്കും സഹായത്തിൻ്റെ ഹസ്തങ്ങൾ നീട്ടിയും സഭയെ പടുത്തുയർത്തുവാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തനിക്കും തൻ്റെ കുടുംബത്തിനും മാതൃകപരമായി തീരുവാൻ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് മുന്നേറുന്ന ആ മകൻ്റെ അവസ്ഥ നീ ഒന്ന് കാണണമേ. കർത്താവേ, മകനെ നീ പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് നയിക്കണമേ. അവൻ്റെ പ്രതീക്ഷിച്ച് നീങ്ങുന്ന അവൻ്റെ കുടുംബം, അവൻ്റെ മക്കൾ, അവൻ്റെ അമ്മ, അവൻ്റെ ജീവിത പങ്കാളി, കർത്താവേ, അവരുടെ മേലെല്ലാം നിന്റെ കരുണ വർഷിക്കുകയും ആ കുടുംബത്തെ പൂർണ്ണമായും അവരുടെ രക്ഷയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഇടവരുത്തുകയും ആ മകനെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഓപ്പറേഷനാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം ആ മകനെ നീ അനുഗ്രഹിക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ ആഴ്വള കരം അവൻ്റെ മേൽ നീട്ടണമേ. അവനെ നട്ടലിന് വേദന ബാധിച്ചിരിക്കുന്ന, ഞരമ്പിന് ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥകളെല്ലാം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി മകനെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ആ മകന് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.